കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമി 11X എന്ന സ്മാർട്ട് ഫോൺ പരിചയപ്പെട്ടിരുന്നു. റിയൽമി 11 സീരീസിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ ആയിരുന്നു റിയൽമി 11X. ഇപ്പോഴിതാ അതിന്റെ ഒരു അല്പം കൂടി ചേട്ടനായിട്ട് വരുന്ന റിയൽമി 11 എന്ന സ്മാർട്ട് ഫോൺ ആണ് ഇത് എന്റെ കയ്യിലിരിക്കുന്നത്. തൊട്ട് മുന്നേ ചെയ്ത 11Xന്റെ അതേ ഒരു സെറ്റിംഗ്സ് ആണ് ഈ ഒരു ഫോണിലും ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട റിയൽമി 11X എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിലെ സെയിം പ്രോസർ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയടെക്കിന്റെ ഡയമണ്ട്സിറ്റി 6100+ എന്ന് പറയുന്ന പ്രോസർ. ഇത് വന്നിട്ട് സത്യം പറഞ്ഞ ഏകദേശം ഒരു മാസമൊക്കെ ആയുള്ളതാണ് എന്റെ ധാരണ. അതേപോലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് വലിയൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടില്ല, ഒരു ആവറേജ്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോസറുമായിട്ട് വരുന്ന ഫോണുകൾ ഇവിടെ പരിചയപ്പെടുന്നത് പോലും. അപ്പോൾ ഇതൊരു മീഡിയം പ്രോസറാണ്. വലിയ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിം ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു. ഇതാണ് നമുക്ക് ലഭിച്ച സ്കോർ. അതായത് 4,24,552 എന്ന് പറയുന്ന സ്കോറാണ് ലഭിച്ചത്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഇന്ന് വരുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് AnTuTu സ്കോർ വരുന്നത് ഏകദേശം 13 ലക്ഷമൊക്കെ ഉള്ള സ്മാർട്ട് ഫോണുകളുണ്ട്. ആ 13 ലക്ഷത്തിൽ 4,24,000 എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് വെച്ച് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഒരു മീഡിയത്തിനടുത്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് പ്രൈമറി ക്യാമറ വന്നിട്ട് 108 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 11Xനകത്ത് അത് 64 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ ആയിരുന്നു കൊടുത്തിരുന്നത്. ഈ ഒരു ഫോണിനകത്ത് എടുത്ത ഫോട്ടോകൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ നോക്കുമ്പോൾ കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിൽ നിന്നുള്ള ഫോട്ടോകൾ നമ്മളൊരു കമ്പ്യൂട്ടറിലൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള കളറാണ് ഇതിന്റെ ക്യാമറ നൽകുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈമറി ക്യാമറ കഴിഞ്ഞാൽ 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറാണ് പേരിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും വൈഡ് ആംഗിൾ സെൻസർ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ലോ ലൈറ്റിലൊക്കെ നല്ല ഒരു പെർഫോമൻസ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോട്ടോയിൽ തരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെൽഫി എടുക്കാനായിട്ട് 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൽഫിയെ കുറിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് സെൽഫിക്ക് വരാമായിരുന്നു എന്ന് തോന്നി. അത് മാത്രമേ ഉള്ളൂ കുറ്റമായിട്ട് പറയാൻ. അതർവൈസ് സെൽഫിയും ഒരുവിധം ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ റിയൽമി 11Xനകത്ത് ഈ പറഞ്ഞ പോലെ സെൽഫി സെൻസർ എന്ന് പറഞ്ഞ 8 മെഗാ പിക്സൽ ആയിരുന്നു. അപ്പോൾ ക്യാമറ വിഭാഗത്തിലും 11Xൽ നിന്ന് 11ലേക്ക് വരുമ്പോൾ അപ്ഗ്രേഡ് വന്നിട്ടുള്ളതായി കാണാം. ഇനി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജ് ആണ് തരുന്നത്. ഒരുപാട് ഷേക്ക് ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ നൽകുന്നില്ല. അത് എടുത്തു പറയാനുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ 11Xന്റെ ബാക്ക് ക്യാമറ ഭയങ്കരമായിട്ട് ഷേക്ക് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ അത്ര പോലും ഷേക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ നൽകുന്നില്ല. കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടില്ലെങ്കിൽ പോലും പക്ഷേ സെൽഫി വീഡിയോയിലേക്ക് വരുമ്പോൾ കുറച്ച് ഷേക്ക് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ ക്വാളിറ്റി കുഴപ്പമില്ലാത്ത സെൽഫി വീഡിയോ ആണ്. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ തരക്കേടില്ലാത്ത ക്യാമറ എന്ന് ചുരുക്കി പറയാൻ സാധിക്കും. കാണാൻ നല്ല ലുക്കുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ബാക്ക് കളറിന് ചേരുന്ന സൈഡ് പ്രൊഫൈൽ കണ്ടില്ല, ആ ഒരു ഫ്രെയിമിന്റെ കളറും ഒക്കെ ബാക്ക് കളറിന് ചേരുന്ന ഒരു കളർ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ആ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കാണാൻ ഉള്ള ഒരു ലുക്ക് വൈസ് പ്രത്യേകിച്ച് ഈ ഒരു സൈഡ് പ്രൊഫൈലിന്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു ക്യാമറ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ കുറച്ച് നിരാശപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട റിയൽമി 11X എൻ്റെ അടുത്തുണ്ട്. ഇത് റിയൽമി 11Xും ഇത് റിയൽമി 11ഉം ആണ്. അപ്പോൾ ചേട്ടൻ റിയൽമി 11ഉം അനിയൻ റിയൽമി 11Xും ആണ്. ഇതാണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് റിയൽമി 11Xനേക്കാൾ. അത് എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് പ്രധാനമായിട്ടും പറയാം. എന്തായാലും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ക്യാമറ മൊഡ്യൂൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ 2 ക്യാമറകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത്രയും സ്പേസ് ഭയങ്കര വേക്കൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ക്യാമറയ്ക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു മൊഡ്യൂൾ, ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ചെറുതായിട്ടൊക്കെ കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാണാൻ നല്ല ഭംഗിയുണ്ടായേനെ. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ കളറിന്റെ ആ ഒരു പാറ്റേൺ കാണുന്നുണ്ടല്ലേ, ലൈറ്റ് ഗ്ലെയർ അടിക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ഗ്ലെയർ ഫീൽ അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ വല സൈഡിലായിട്ടാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം റിയൽമി 11X എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനകത്തും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിരുന്നു. ഇവിടെ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ലൊക്കെ കാണാം. ഇവിടെ ആയിട്ടാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിനകത്തും ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട 11X പോലെ തന്നെ സിം കാർഡ് ഇട്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ഒരേ സമയം 2 നാനോ സിം കാർഡുകളും മെമ്മറി കാർഡും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. ഡിസൈൻ വൈസ് കുഴപ്പമില്ല. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടുമായിരിക്കും, കമന്റ് ചെയ്യാം. ഒരു ഇൻ ഹാൻഡ് ഫീലും ഒക്കെ കൊള്ളാം. ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ സ്മാർട്ട് ഫോൺ പിടിക്കുമ്പോൾ. പക്ഷേ നെയിമിങ്ങിൽ എനിക്കൊരു വ്യത്യാസം വന്നു. അതായത് ഇത് റിയൽമി 11Xും ഇത് റിയൽമി 11ഉം ആണ്. പക്ഷേ ചേട്ടൻ റിയൽമി 11 ആണ്. സാധാരണ കുറച്ച് ഹയർ ഓപ്ഷൻസിലേക്ക് വരുന്നത് ഉള്ള കേൾക്കുന്ന പേരാണ് നമ്മൾ 11X എന്നൊക്കെ പറയുന്ന ആ എക്സ് സൂചിപ്പിക്കുന്ന ഹയർ വേരിയന്റുകളെയാണ്. സാധാരണ പ്രോ, അൾട്ര എന്നൊക്കെ പറയുന്ന പോലെ ഒരു എക്സ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് വന്നിട്ട് 8.5 മില്ലിമീറ്റർ ആണ്. അതുപോലെ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 190 ഗ്രാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ്. അപ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഇതിന്റെ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. സൈഡിലുള്ള ബെസലുകൾ കനം കുറവാണ്. പക്ഷെ മുകളിലും താഴെയുമുള്ള ആ ബെസലുകൾ ഒരു ആവറേജ് സൈസാണ്. ഇതേ ഒരു രീതി തന്നെയായിരുന്നു കഴിഞ്ഞ 11Xലും റിയൽമി കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് നമുക്ക് ഒരുപാട് കുറ്റമൊന്നും പറയാനില്ല. ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, ഭയങ്കര സംഭവമല്ല. കാര്യം IPS LCD ഡിസ്പ്ലേ ആണ്. നമ്മൾ ഇതിന്റെ വ്യൂയിങ് ആംഗിൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, തകരാറൊന്നുമില്ല. ഒരു
ഒരുവിധം സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LCD ഡിസ്പ്ലേ വിത്ത് 120 ഹെഡ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. 240 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്ങിന് ഡിസ്പ്ലേ ഓക്കെ ആണ്, LCD ആണെന്നത് ഒഴിച്ചാൽ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 680 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളൊന്നും തരില്ല. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഇതുപോലെ മാക്സിമം 8GB 256GB സ്റ്റോറേജ് ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പ്രോസസർ എന്ന് പറയുന്നത് ഒരു 5G പ്രോസറാണ്. അപ്പോൾ Realme 11 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 5G ഫോണാണെന്ന് ചുരുക്കം. പ്രോസറിലൊക്കെ 11Xും 11 എല്ലാം സെയിം ആണ്. പിന്നെ എവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. എന്നാൽ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബോക്സിനോടൊപ്പം 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ 11Xും 11ഉം തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെയാണ് വരുന്നത്. അതായത് 11X എന്ന് പറയുന്ന ഫോണിനകത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ വ്യത്യാസമാണ് ഇവ തമ്മിലുള്ള. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും USB Type-C ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. വെറും 17 മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 50% ചാർജിംഗിൽ എത്തിക്കാമെന്ന് Realme അവകാശപ്പെടുന്നുണ്ട്. നമ്മൾ Realme 11X എന്ന് പറയുന്ന ഫോണിൽ കണ്ടതുപോലെ തന്നെ ഇതിനകത്തും ഒരുപാട് ബ്ലോട്ട് ഡിവൈസുകൾ, നിരവധി ബ്ലോട്ട് ഡിവൈസുകൾ. ഹോട്ട് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആപ്പ് റെക്കമെൻഡേഷന്റെ ബഹളമാണ്. അതുപോലെ ഹോട്ട് ഗെയിംസ്, നിരവധി അല്ലാതെ തന്നെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ്, നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ആപ്പ് സജഷൻ വരുന്നുണ്ട്. ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു യൂസർ ഇന്റർഫേസ്. അത് അടുത്തിടെയായിട്ട് വരുന്ന റിയൽമിയുടെ മിക്ക ഫോണുകളിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ നമുക്ക് ഭാഗ്യവശാൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഹോട്ട് ഗെയിംസ്, ഹോട്ട് ആപ്സ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് ചെന്ന് ഇവിടെ ഡിസേബിൾ ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം നമ്മൾ മെനക്കെട്ട് ഇതിനകത്തുള്ള ബ്ലോട്ട് ഡിവൈസുകളെല്ലാം എടുത്ത് കളയുന്നതാണ് ഈ ഒരു ഫോൺ വാങ്ങുന്നവരെ സംബന്ധിച്ച് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തിനായാലും വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം റിയൽമി തങ്ങളുടെ ഫോണിന്റെ യൂസർ ഇന്റർഫേസിൽ ഇതുപോലെ ബ്ലോട്ട് ഡിവൈസുകൾ കുത്തി നിറയ്ക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ റിയൽമിയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള Realme UI 4 ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നത്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു റെസ്പോൺസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ആ ഒരു ഫിംഗർ പ്രിന്റ് നമുക്ക് ഇതുപോലെ നൽകുന്നത്. ഫോണിനകത്ത് ഇത്തരത്തിൽ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്, ബോട്ടം ഫയറിംഗ് ലൈറ്റ്. ഞാൻ കരുതി 11നകത്തെങ്കിലും 11Xനെ അപേക്ഷിച്ച് സ്റ്റീരിയോ സ്പീക്കർ വരുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിലും മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 11Xനേക്കാൾ കുറച്ചുകൂടി ഒരു സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടും ഒന്ന് കേട്ട് നോക്കാം. 11 എന്ന ഈ ഒരു ഫോണിനകത്ത് 11Xനേക്കാൾ കുറച്ചുകൂടി ഒരു ബെറ്റർ സൗണ്ട് ക്വാളിറ്റി ആണ്. പക്ഷേ ഇതും മോണോ സ്പീക്കർ തന്നെയാണ്. അതുപോലെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാലും LED ഡിസ്പ്ലേ അല്ലെങ്കിലും തരക്കേടില്ലാത്ത നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ വ്യൂയിങ് ആംഗിളൊന്നും ഇഷ്യൂ ഇല്ല. ഓക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു TP കേസ്, അതുപോലെ സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ USB Type-C കേബിൾ, അതുപോലെ ചാർജ് ചെയ്യാനായിട്ട് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജും ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്തുണ്ട്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ്. നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 8GB 128GB ആണ്. അതിന്റെ വില എന്ന് പറയുന്നത് ബാങ്ക് ഓഫർ കൂടി ചേർത്ത് 17,499 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. അതായത് 1,500 രൂപ ബാങ്ക് ഓഫർ നിലവിൽ ഈ ഒരു ഫോണിനുണ്ട്. അങ്ങനെ 17,499 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങാം. ആക്ച്വൽ വില എന്ന് പറയുന്നത് 18,999 രൂപയാണ്. 1,500 രൂപ ഡിസ്കൗണ്ട് ബാങ്ക് ഓഫർ വഴി ലഭിച്ചാൽ 17,499 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാനാകും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.